ഓം ഹ്രീം ഹ്രീം വിജയസിദ്ധിം ഹ്രീം. 5 രാശിയിലെ 15 നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഇനി ഇവർക്ക് കുതിപ്പിന്റെ നാളുകൾ തന്നെയാണ്. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളിലൂടെ പോകുന്ന ഈ 5 രാശിക്കാർക്കും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ധനവരവിൻ്റെയും കാലമാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ലഭ്യമാകും. വ്യാഴം ദേവഗുരുവാണ്. വേദജ്യോതിഷപ്രകാരം വ്യാഴം ശുഭഗ്രഹമായി കണക്കാക്കുന്നു. മെയ് 14 വ്യാഴം മിഥുന രാശിയിൽ സംക്രമിക്കും. ഇത് ചില രാശിക്കാർക്ക് സംക്രമണ വ്യാഴം വേഗത്തിൽ ഫലം നൽകും. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറ്റുവാൻ വ്യാഴത്തിന് കഴിയും. ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി നിറയുന്ന നാളുകൾ വരവായി. ഈ നക്ഷത്രത്തിൽ ജനിച്ച നക്ഷത്ര ജാതകർക്ക് വ്യാഴത്തിൻ്റെ അനുകൂലത കൊണ്ട് ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. ഈ 5 രാശിക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഈ പറയുന്ന കാര്യം അച്ചട്ടായിരിക്കും. ഇവരുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇവർക്കുണ്ടാകും. ഈ നാളുകാരിൽ ജനിച്ച ഒരാളെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഉറപ്പായും നിങ്ങൾ അവരോട് പറയണം, അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഐശ്വര്യപ്രദമായ ഏറ്റവും നല്ല ദിനങ്ങളാണ് ആരംഭിക്കാൻ പോകുന്നത് എന്ന്. ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെട്ടിരിക്കും. രാശിയുടെ അവസ്ഥ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ജാതകത്തിൻ്റെ ഫലം കൂടി നോക്കണം. കർമ്മഫലം കൊണ്ടാവും തീർച്ചയായും ഒരു ജാതകന് നല്ല ഫലം ലഭിക്കുക എന്നുകൂടി ഓർക്കുക. ഏതായാലും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി വ്യാഴത്തിൻ്റെ അനുകൂലത കൊണ്ട് ജീവിതത്തിലെ സകലവിധ ദുരിത ദുഃഖങ്ങളും മാറി ഒരു വലിയ കോടീശ്വര യോഗത്തിലേക്ക് എത്താൻ സാധിക്കുന്ന, പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുകിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിണിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. പ്രത്യേക പൂജയുണ്ടാകും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. ഇന്ന് തന്നെ ഞാൻ അത് എഴുതിയെടുക്കും. തുടർന്നുള്ള ദിവസങ്ങളിലെ പൂജകളിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും. കുടുംബൈശ്വര്യമുണ്ടാകും. ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ കിട്ടുവാനുള്ള പ്രാർത്ഥന ഉണ്ടാകും. അത് മുഖേന നിങ്ങൾക്ക് ആ ആഗ്രഹം നടന്നു കിട്ടും. ജീവിതത്തിൽ നല്ല രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന, വ്യാഴം അനുകൂലമാകുന്ന മെയ് 14 വ്യാഴം മിഥുന രാശിയിൽ സംക്രമിക്കും. ഈ രാശിക്കാർക്ക് സംക്രമണ വ്യാഴം വേഗത്തിൽ ഫലം നൽകും. വ്യാഴം 12 മുതൽ 13 മാസം വരെ നിലനിൽക്കും. വ്യാഴം വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പെട്ടെന്നാണ് ഫലം കിട്ടുക. ഈ വർഷം വ്യാഴം 3 തവണ രാശി മാറും. മെയ് 14, ഒക്ടോബർ 18, ഡിസംബർ 5. ഈ ദിനങ്ങൾ ഏറ്റവും അധികം ശുഭകരമായി കാണുന്ന, എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ അത് മേടൻ രാശിക്കാർ തന്നെയാണ്. മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും മേടസംക്രമണം മൂലം വലിയ നേട്ടങ്ങളാണ് വന്നു ചേരുക. കുടുംബക്ഷേത്രത്തിൽ പോകണം. കുടുംബക്ഷേത്രത്തിൽ പോയി വിളക്ക് വയ്ക്കുക. ദീപം തെളിയിച്ച് ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുക.
എല്ലാ മാസവും നക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തണം. മഹാമൃത്യുഞ്ജയ മന്ത്രം, ഗായത്രി മന്ത്രം ഇവ ജപിക്കുക. അന്നദാനം നടത്തുക. വെറും 27 ദിവസത്തിനകം ഇവർക്കൊരു വലിയ മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. മെയ് 14 27 ദിവസത്തിനകം, മെയ് 14 കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. അതിൻ്റെ ചില ഗുണാനുഭവങ്ങൾ വെറും 27 ദിവസത്തിനകം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതാണ്. എല്ലാ രീതിയിലും നേട്ടമാണ്. ജാതകത്തിലെ മഹാദശ, അന്തർദശ, ജനന സമയം ഇവയ്ക്ക് അനുസരിച്ചും ഒരു ഫലമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കണം. മേടൻ രാശിക്കാരുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ മേടൻ രാശിക്കാർക്ക് വന്നു ചേരും. ഈ വ്യാഴ സംക്രമണം ഇവർക്ക് അത്യുന്നതങ്ങളിലെത്തുവാനുള്ള യോഗമാണ് നൽകുക. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടുന്നു. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഒരു വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വീടൊക്കെ വയ്ക്കുവാൻ സാധിക്കും. സാമ്പത്തികമായി ഉയർന്ന നിലയിലെത്തും. പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ തളരാതെ മുന്നേറുക. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഇനി കിടക്കുന്നതേയുള്ളൂ. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രവും അത്തവും ചിത്തിരയും. ആരോഗ്യം അഭിവൃദ്ധിപ്പെടും. കുടുംബ അഭിവൃദ്ധിക്കു വേണ്ടി അധ്വാനിക്കും. പ്രശ്നങ്ങളെ തള്ളി നീക്കി ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ സാധിക്കും. ജനിച്ച വീട്ടിൽ നിന്നും മാറി നിൽക്കുവാനും സൗഭാഗ്യ സമൃദ്ധമായ ഒരു ജീവിതം നയിക്കുവാനുമുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തികമായി നിങ്ങൾ ഉയർന്ന നിലയിലെത്തും. ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കും. ഏതായാലും നിങ്ങളുടെ ഏറ്റവും നല്ല ദിനങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. രാഷ്ട്രീയ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയം. ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും സൗഭാഗ്യ സമ്പന്നതയാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്തത് തുലാരാശിക്കാരാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം അനുകൂലമായി തീരും. ജീവിതത്തിലെ എല്ലാ സമ്പത്തും ഇനിയാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുക. ഇവരുടെ 21, 29, 37, 52 എന്നീ വയസ്സുകളിൽ ഏറ്റവും ഗുണപ്രദമായ ചില കാര്യങ്ങൾ സംഭവിക്കും. അത് പ്രകാരം തുലാൻ രാശിക്കാരായ ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും ഇനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തിച്ചേരും. കഴിഞ്ഞ 3 വർഷക്കാലമായി അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ 3 വർഷക്കാലം വളരെ വിഷമതകൾ നിറഞ്ഞതായിരുന്നു. തടസ്സങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് മാറിക്കിട്ടുക. വ്യാഴത്തിൻ്റെ സ്പീഡ് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ചില അത്ഭുതങ്ങൾ വളരെ സ്പീഡപ്പായിട്ട് നടക്കും. ആശിച്ച ധനങ്ങളൊക്കെ കിട്ടും. ബിസിനസ്സൊക്കെ വർദ്ധിക്കും. വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്തൊക്കെ പോകാൻ സാധിക്കും. അങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. അനുകൂലമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ്. അവിശ്വസനീയമായിട്ടുള്ള മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നായിരിക്കും ചില സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക. അത് ധനമായിട്ടാകാം, അല്ലെങ്കിൽ ആൾബലമാകാം. അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ മേലധികാരിയുടെ ഒരു വലിയ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകും. നടന്നു കിട്ടേണ്ട കാര്യം പെട്ടെന്ന് നടന്നു കിട്ടും. എല്ലാ രീതിയിലും ഉയർച്ച, എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധി. തുലാൻ രാശിയിലെ ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും വ്യാഴ സംക്രമണം ഏറ്റവും അധികം ഗുണമാണ് നൽകുക. പണമൊക്കെ ധാരാളം വരും. ആശിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അത്രയധികം ഗുണത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടിയൊക്കെ പ്രാർത്ഥിക്കണം. ശിവക്ഷേത്രത്തിലൊക്കെ പോകണം. അതുപോലെ തന്നെ മേടൻ രാശിക്കാരായ അശ്വതിയും ഭരണിയും കാർത്തികയും ഉത്രവും അത്തവും ചിത്തിരയും കന്നിരാശിക്കാർ, തുലാൻ രാശിക്കാരായ ചിത്തിരയും ചോതിയും വിശാഖവും ഒക്കെയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഓം നമ ശിവായ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണേ. ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയേക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടമായിരിക്കും വന്നു ചേരുക. അടുത്തത് കുംഭൻ രാശിക്കാരാണ്. അവിട്ടവും ചതയവും പൂരുരുട്ടാതിയും. വിദേശ ജോലിക്കായി അല്ലെങ്കിൽ പഠനത്തിനായി കാത്തിരിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന സമയമാണ്.
അതുപോലെ വിദ്യാഭ്യാസം നല്ല പുരോഗതിയിൽ വരും, ജയിക്കും. ഉറപ്പായും നിങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്, ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നടന്നിരിക്കും. ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നടക്കുന്ന സമയമാണ്. ബിസിനസ്സുകാർക്ക് അനുകൂലമായ സമയമാണ്. ഇതിലൊക്കെ ഉപരി മനഃശുദ്ധത വന്നു ചേരും കുംഭൻ രാശിക്കാർക്ക്. അവിട്ടത്തിനും ചതയത്തിനും പോരുരുട്ടാതിക്കും ഒരുപാട് നേട്ടമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. മാസം തോറും എല്ലാ മാസവും ഗണപതി ഹോമം നടത്തുക. 1-ാം തീയതി നടത്താൻ കഴിയുമെങ്കിൽ 1-ാം തീയതി നടത്തുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം, അവിട്ടത്തിൻ്റെയും ചതയത്തിൻ്റെയും പൂരുരുട്ടാതിയുടെയും ജന്മനക്ഷത്ര ദിവസം എന്നാണോ വരുന്നത് അന്ന് പോയി ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുക, നവഗ്രഹ പൂജ നടത്തുക. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും ഒരുപാട് ഉയർച്ചയ്ക്കും കാരണമാകും. വളരെ വിശദമായി ഇക്കാര്യത്തിൽ ഗണിതം ചെയ്തിട്ടുണ്ട്. അതുപോലെ മീനൻ രാശിക്കാർ, പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും, ഇവരുടെ കഷ്ടപ്പാട്, സകല കഷ്ടപ്പാടും മാറാൻ പോകുകയാണ്. ഈ പറഞ്ഞതിനർത്ഥം ഈ പറഞ്ഞ മീനൻ രാശിക്കാർ പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും കോടീശ്വരരാകുമെന്നല്ല, ലക്ഷപ്രഭുവാകുമെന്നല്ല, അത്യുന്നതങ്ങളിലെത്തും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന പ്രകാരമുള്ള രാശിചിന്തയാണ്. അത് കൃത്യമായിരിക്കും. എന്നാൽ അപൂർവം ചിലരിൽ മാത്രം അവരുടെ ജനിച്ച സമയം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ചില മാറ്റങ്ങൾ വന്നേക്കാം. വരുന്ന കാര്യങ്ങളെയൊക്കെയും വളരെ പക്വതയായി നേരിടാനുള്ളൊരു ഭാഗ്യം ഈ നക്ഷത്രജാതകർക്കുണ്ട്. പൂരുരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. വൻ തുകകൾ പാരിതോഷികമായി ലഭിക്കും. ശമ്പള വർധനവുണ്ടാവും. ശമ്പളമൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് ശമ്പളമൊക്കെ കിട്ടും. ഏറ്റവും നല്ല സമയമാണ് വരാനിരിക്കുന്നത്. വളരെ കാലമായി നിങ്ങളുടെ മനസ്സിലുള്ള ഒരാഗ്രഹം, അതായത് ഒരു വാഹനം സ്വന്തമായി വാങ്ങണമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നു. ഏറ്റവും നല്ല ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സമയമാണ്. ധാരാളം അധിക ചെലവുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി പ്രവർത്തിക്കാൻ കഴിയും. കലാകാരന്മാർക്ക് സംബന്ധിച്ച് കലയിൽ ഉന്നതി നേടാൻ സാധിക്കും. പേരക്കുട്ടികളുമായി കഴിയുന്നവർക്ക് അവരുടെ പേരക്കുട്ടിയുടെ മംഗളകർമ്മങ്ങൾ കാണാനുള്ള ഭാഗ്യാനുഭവം, ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. വ്യാഴം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. കുടുംബ ബന്ധങ്ങൾ നല്ല ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയും. അങ്ങനെ വലിയ രീതിയിൽ വലിയ ഉയർച്ച, ഭാഗ്യം, നേട്ടം, ധനവരവ് ഒക്കെ സംഭവിക്കും. വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം, അങ്ങനെ എല്ലാ രീതിയിലും ഉയർച്ചയാണ്, എല്ലാ രീതിയിലും നേട്ടമാണ്. അങ്ങനെ വലിയ സമ്പൽ സമൃദ്ധിയിൽ നിങ്ങൾക്കെത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.